Hi all. Today we are going to discuss the topic types of organic reactions. There are mainly four types of organic reactions: substitution reactions, elimination reactions, rearrangement reactions, and addition reactions. First one is substitution reactions. What is meant by substitution reaction? ഒരു ഓർഗാനിക് മോളിക്യൂൾസിൽ ഒരു ആറ്റത്തിനെയോ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക, പകരം വേറൊരു ആറ്റത്തിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട്, അത്രയേ ഉള്ളൂ. ഇനി these reactions may be initiated by free radical, electrophile or nucleophile. അതായത് there is electrophilic substitution, nucleophilic substitution and free radical substitution. Now let's consider nucleophilic substitution reactions. The nucleophilic substitution reaction can proceed either via SN1 or SN2 mechanism. That is SN1 or SN2 mechanism. First consider the unimolecular nucleophilic substitution reaction, that is SN1 mechanism. To understand SN1 mechanism, let's consider an example that is methyl bromide react with a nucleophile which give a substituted product. Okay. This reaction the mechanism നമുക്കൊന്ന് നോക്കാം. That is, this reaction proceeds via two steps. The first step is formation of carbocation. Okay, that is this alkyl bromide undergo a heterolytic bond cleavage and forms a carbocation. This is a slow step, and also this step is the rate determining step. Okay. Now the second step, here also beer moles. The second step is the carbocation react with nucleophile. Carbocation react with nucleophile. That is, this is the carbocation which will react with the nucleophile. This is the product. If we consider the rate of the reaction, we can see that rate directly proportional to concentration of substrate. Okay, this is the rate determining step. We know that this is the rate determining step. Therefore, rate directly proportional to substrate. That is, rate is equal to K into concentration of substrate. And also we can say that the order of reaction is first order. Order is equal to 1, or first order reaction. Mechanism and stereochemistry. അപ്പോൾ SN1 റിയാക്ഷൻ്റെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ ആണ്. ഈ കാർബോകാറ്റോൺ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർബോകാറ്റോണിനെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. ഈ ന്യൂക്ലിയോഫൈലിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ടു ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ദർ ഇസ് ടു പോസിബിലിറ്റി. അതായത് ഈ ന്യൂക്ലിയോഫൈലിന് ഫ്രണ്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുക, ഓർ ഫ്രം ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുക. ദോർ ഫ്രണ്ട് സൈഡ് അറ്റാക്ക് നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് വൺ ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും. ബാക്ക് സൈഡ് അറ്റാക്ക് നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അനദർ ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും. ദോർ എ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു കേസിൽ കിട്ടുന്നത്. മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കൺസിഡർ ദിസ് എക്സാമ്പിൾ. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് അൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റീരിയോകെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. എന്താണ്, ഈ ഒരു കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. ആൻഡ് ദർ ഇസ് നോ സിമെട്രി എലമെന്റ്സ്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇനി ഈ ഒരു കേസിൽ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്, ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ കാർബോകാറ്റോൺ. Br ബ്രേക്ക് ചെയ്തിട്ട് പോയി C6H13N and H.
This is the carbocation. ഇനി ഈ കാർബോകാറ്റോണിലേക്ക് OH മൈനസ് ഫ്രണ്ട് സൈഡ് അറ്റാക്ക് നടക്കുകയാണെങ്കിൽ, ദിസ് ഇസ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് സൈഡ് അറ്റാക്ക് ആണ്. ഫ്രണ്ട് സൈഡ് അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് റിട്ടൻഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നെഗറ്റീവ് അല്ലേ കാണിച്ചിട്ടുള്ളത്, ഇവിടെ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ലീവോ റൊട്ടേറ്ററി ആണ്, പ്രോഡക്റ്റും ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രൂപത്തിൽ പറയാം, അപ്പോൾ ഇതിന്റെ കോൺഫിഗറേഷൻ R കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇതിന്റെ കോൺഫിഗറേഷനും R ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ റിട്ടൻഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ കോൺഫിഗറേഷൻ S ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൺഫിഗറേഷനും S ആയിരിക്കും. ദാറ്റ് ഈസ് ദ റിട്ടൻഷൻ ഓഫ് പ്രോഡക്റ്റ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഫ്രണ്ട് സൈഡ് അറ്റാക്ക് ആണെങ്കിൽ, ഫ്രണ്ട് സൈഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഈ BRന്റെ സൈഡിലേക്ക് തന്നെ, BR ഉള്ള സ്പേസിലേക്ക് തന്നെ അറ്റാക്ക് നടക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിട്ടൻഷൻ ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നൗ കൺസിഡർ ദ ബാക്ക് സൈഡ് അറ്റാക്ക്. നമുക്കിനി ബാക്ക് സൈഡ് അറ്റാക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. CH3 പ്ലസ് C6H13N. ഇപ്പോൾ ഈ ഒരു സ്പേസിലായിരുന്നല്ലോ നമ്മളെ BR ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ BRന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് നടക്കുക. BR എവിടെയാണ് ഉള്ളത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള അറ്റാക്കാണ് ബാക്ക് സൈഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ബാക്ക് സൈഡ് അറ്റാക്ക്. ബാക്ക് സൈഡ് അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻവേർഷൻ ആയിരിക്കും. ദിസ് ഇസ് ദ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഇൻവേർഷൻ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇൻവേർഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ മൈനസ്, ദാറ്റ് ഈസ് ലീവോ റൊട്ടേറ്ററി, പ്രോഡക്റ്റ് എന്താണ് പ്ലസ്, ദാറ്റ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ട് മാറി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അപ്പോൾ ഇതിന്റെ കോൺഫിഗറേഷൻ R ആണെങ്കിൽ ഇത് S ആയിട്ട് മാറിയിട്ടുണ്ടാവും ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ ഇത് S ആണെങ്കിൽ ഇതെന്തായിട്ട് മാറിയിട്ടുണ്ടാവും, R ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ ഇൻവേർഷൻ പ്രോഡക്റ്റ്. ഇനിയും ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ റിട്ടൻഷൻ പ്രോഡക്റ്റ് ലെസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻവേർഷൻ പ്രോഡക്റ്റ് മേജർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ SN1 റിയാക്ഷന്റെ കേസിൽ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ്. ബട്ട് ഈ മിക്സ്ചറിൽ ഇൻവേർഷൻ പ്രോഡക്റ്റ് ആണ് മേജർ. ഇൻവേർഷൻ പ്രോഡക്റ്റ് എന്താണ് മേജർ, അതായത് കൂടുതൽ ഉണ്ടാകുന്നത് ഇൻവേർഷൻ പ്രോഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻവേർഷൻ പ്രിഡോമിനേറ്റ് ഓവർ റിട്ടൻഷൻ എന്ന് പറയാൻ പറ്റും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഇൻവേർഷൻ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇവിടെ മേജർ ആയിട്ട് വരുന്നതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെയാണ് ഈ ഇൻവേർഷൻ പ്രോഡക്റ്റ് മേജർ ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു മെക്കാനിസം നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കിയാൽ, ദിസ് ഈസ് ദ ഫസ്റ്റ് കാർബോകാറ്റോൺ ഫോർമേഷൻ, ദാറ്റ് ഈസ് CBr ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നു. ഇനി ഈ കാർബോകാറ്റോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് 2 പോസിബിലിറ്റി, ദാറ്റ് ഈസ് ബാക്ക് സൈഡ് അറ്റാക്കിനുള്ള സാധ്യത ഉണ്ട്, ഫ്രണ്ട് സൈഡ് അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഫ്രണ്ട് സൈഡ് അറ്റാക്കിനെ എന്ത് ചെയ്യും, ഈ BR മൈനസ് പ്രിവെന്റ് ചെയ്യും. ദാറ്റ് ഈസ് BR മൈനസ് പ്രിവെന്റ് ഫ്രം ഫ്രണ്ട് സൈഡ് അറ്റാക്ക്. അതായത് കാർബോകാറ്റോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് കൂടി അവിടെ BR മൈനസിന്റെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് സൈഡിലേക്ക് ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് സൈഡ് അറ്റാക്ക് നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് സൈഡ് അറ്റാക്ക് നടന്നിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആഫ്റ്റർ സം ടൈം എന്ത് ചെയ്യും, ഡ്യൂ ടു അയോൺ പെയർ ഡിസോസിയേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ BR മൈനസ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. ദെൻ ദർ ഇസ് 2 പോസിബിലിറ്റി, അതായത് ഫ്രണ്ട് സൈഡ് അറ്റാക്കും നടക്കും, ബാക്ക് സൈഡ് അറ്റാക്കും നടക്കും. ആ ഒരു കേസിൽ നമുക്ക് 2 പ്രോഡക്റ്റും കിട്ടും, അതായത് ഇൻവേർഷൻ പ്രോഡക്റ്റും കിട്ടും, റിട്ടൻഷൻ പ്രോഡക്റ്റും കിട്ടും. പക്ഷെ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് ആദ്യം കുറച്ച് ഇൻവേർഷൻ പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്, പിന്നത്തെ കേസിൽ 2 പ്രോഡക്റ്റും ഉണ്ടാകുന്നുണ്ട്, അതായത് ഇൻവേർഷൻ പ്രോഡക്റ്റും ഉണ്ട്, റിട്ടൻഷൻ പ്രോഡക്റ്റും ഉണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ എന്തായിരിക്കും മേജർ ആയിട്ടുള്ളത്, ഇൻവേർഷൻ പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, റിയാക്ടിവിറ്റീസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. നമ്മൾ റിയാക്ടിവിറ്റീസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് പറയുമ്പോൾ നമുക്കറിയാം ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്. ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് ആർ more reactive than secondary alkyl halides.
which is again more reactive than primary alkyl halides. Alkyl halide which is more reactive than methyl halides. Methyl halides. ഇതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഫോം ചെയ്യുന്ന എന്താണ് ടെർഷറി കാർബോകാറ്റയോൺസ് ആയിരിക്കും, വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ആയിരിക്കും ദാൻ സെക്കൻഡറി കാർബോകാറ്റയോൺ, വിച്ച് ഈസ് അഗെയിൻ മോർ റിയാക്റ്റീവ് ദാൻ പ്രൈമറി കാർബോകാറ്റയോൺ. ഓക്കെ, ദിസ് ഈസ് ദ റീസൺ. ഇനി ഇത് നമുക്ക് വേറെ രൂപത്തിലും പറയാൻ പറ്റും. ദാറ്റ് ഈസ് ടെർഷറി ഹാലൈഡ്സ്, ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് മോർ സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആണ്. അപ്പോൾ മോർ സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എപ്പോഴും SN1 റിയാക്ഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത് ദാൻ SN2 റിയാക്ഷൻ. ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് മോർ റിയാക്റ്റീവ്. Tertiary alkyl halides more reactive than secondary alkyl halides, which is again more reactive than primary alkyl halides. അതായത് ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് ഒന്നും ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നത് ടെർഷറി കാർബോകാറ്റയോൺസ് ആണ്. അത് ടെർഷറി കാർബോകാറ്റയോൺസ് ആണ്. ഇവിടെ ഫോം ചെയ്യുന്നത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നത് പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. ഇവിടെ റിയാക്ട് ചെയ്യുന്ന മീഥൈൽ കാർബോകാറ്റയോൺ ആണ്. Okay, this is the reason. Now, bimolecular nucleophilic substitution reaction, that is SN2 reaction. Okay, SN1 reaction നമ്മൾ പറഞ്ഞാൽ SN1 reactions are first order reactions, but SN2 reactions are second order reactions. Second order reaction എന്ന് പറയുമ്പോൾ the rate directly proportional to concentration of substrate and concentration of nucleophile. Okay, ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റിലോ എങ്ങനെ പറയാൻ പറ്റും? റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration of substrate and concentration of nucleophile. Then SN1 കേസിൽ നമ്മൾ പറഞ്ഞു there is a two-step mechanism ആണുള്ളത്. പക്ഷേ SN2 കേസിൽ SN2 reactions are single step mechanism, single step reaction. പക്ഷേ SN1 കേസിൽ നമ്മൾ ഒരു കാർബോകാറ്റയോൺ ഫോർമേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ കേസിൽ there is no carbocation formation, but there is a transition state. That is, ഒരു high energy transition states are present in SN2 reaction. പിന്നെ നമ്മൾ SN1 കേസിൽ പറഞ്ഞത് mixture of product, that is inversion products are predominate ആണെന്ന് പറഞ്ഞു. പക്ഷേ SN2 കേസിൽ there is only one product, അല്ലെങ്കിൽ single product formation, and this single product is inversion product ആയിരിക്കും. inversion product ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻസിന് നമ്മൾ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റീരിയോ സ്പെസിഫിക് പ്രോഡക്ട്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഇനി ഈ ഒരു SN2 കേസിൽ വാൾഡർ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാൾഡൻ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് the rate increases with the power of nucleophile increases. അതായത് ന്യൂക്ലിയോഫൈലിന്റെ പവർ കൂടുതലാണെങ്കിൽ, പവർ ഓഫ് ന്യൂക്ലിയോഫൈൽ കൂടുതലാണെങ്കിൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് ഇഫ് ദ പവർ ഓഫ് ന്യൂക്ലിയോഫൈൽ മോർ ആണെങ്കിൽ റേറ്റ് എന്തായിരിക്കും? SN2 റിയാക്ഷന്റെ റേറ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ SN1ഉം SN2ഉം കമ്പയർ ചെയ്തപ്പം പഠിച്ചാൽ മതി. അപ്പോൾ SN1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ്, പക്ഷേ SN2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക സബ്സ്ട്രേറ്റും ന്യൂക്ലിയോഫൈലിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ SN1 എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പ് മെക്കാനിസം ആണ്, പക്ഷേ SN2 എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ്. പക്ഷേ സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണെങ്കിലും ദർ ഇസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. പക്ഷേ SN1 കേസിൽ എന്താണുള്ളത്? ദർ ഇസ് നോ ട്രാൻസിഷൻ സ്റ്റേറ്റ്, ബട്ട് ദർ ഇസ് എ കാർബോകാറ്റയോൺ ഉണ്ട്. പിന്നെ SN1 കേസിൽ 2 പ്രോഡക്ട്സ് ആണ്, മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ്. ആ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റിൽ ഇൻവേർഷൻ പ്രോഡക്റ്റ് ആണ് മേജർ ആയിട്ടുള്ളത്. പക്ഷേ SN2 കേസിൽ നമുക്ക് എന്ത് പറയാം? ദർ ഇസ് ഓൺലി വൺ പ്രോഡക്റ്റ്, ദാറ്റ് പ്രോഡക്റ്റ് ഈസ് ഇൻവേർഷൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് ഒറ്റ പ്രോഡക്റ്റ് ആണ്
അങ്ങനെയുള്ള പ്രോഡക്റ്റ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ സ്പെസിഫിക്കുമാണ്. അതായത് ഇൻവേർഷൻ പ്രോഡക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് ദ പവർ ഓഫ് ദ ന്യൂക്ലിയോഫൈൽ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ റേറ്റും കൂടുതലായിരിക്കും. മെക്കാനിസം ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി. ഇപ്പോൾ SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് എ 2-സ്റ്റെപ്പ് പ്രോസസ്സാണ്. പക്ഷേ SN2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ SN2 റിയാക്ഷൻ. ഇപ്പോൾ SN2 റിയാക്ഷൻസിൻ്റെ കേസിൽ ദിസ് ഇസ് ദ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ഫ്രം ദ ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ലീവിംഗ് ഗ്രൂപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ബാക്ക് സൈഡ്. ഇപ്പോൾ ബാക്ക് സൈഡ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബാക്ക് സൈഡ് അറ്റാക്ക് ബാക്ക് സൈഡ് അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻവേർഷൻ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഫ്രണ്ട് സൈഡ് അറ്റാക്ക് ആണെങ്കിൽ റിറ്റൻഷൻ പ്രോഡക്റ്റ് ആണ്. നമ്മൾ SN1ന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ SN2ന്റെ കേസിൽ ഓൺലി ദ ബാക്ക് സൈഡ് അറ്റാക്ക് പോസിബിൾ. ദെൻ SN1ന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് എ കാർബോകാറ്റയോൺ. ബട്ട് ഇൻ ദ കേസ് ഓഫ് SN2 ദർ ഇസ് നോ കാർബോകാറ്റയോൺ ഫോർമേഷൻ. ദർ ഇസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. SN2ന്റെ കേസിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ദർ ഇസ് എ പാർഷ്യൽ ബോണ്ട് ഫോർമേഷൻ. അതായത് CO ബോണ്ട് പാർഷ്യലി ഫോം ചെയ്യും. അതുപോലെ ദർ ഇസ് എ പാർഷ്യൽ ബോണ്ട് വീക്കനിങ്. ഈ CBr ബോണ്ട് പാർഷ്യലി വീക്ക് ആവും. Therefore, this step is called concerted step. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന റിയാക്ഷൻസിന് നമ്മൾ കൺസേർട്ടഡ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇനി ഫൈനലി ദിസ് CR ബോണ്ട് ബ്രേക്ക് ചെയ്യും, CO ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ SN2 എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കേണ്ടത് ദർ ഈസ് ഓൺലി ബാക്ക് സൈഡ് അറ്റാക്ക് ആൻഡ് ഇൻവേർഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ദർ ഇസ് എ വാൾഡൻ ഇൻവേർഷൻ ടേക്ക് പ്ലേസ്. വാൾഡൻ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. ഇൻവേർഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ SN2 റിയാക്ഷൻ. വാൾഡൻ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, നൗ reactivity of alkyl halide in the case of SN2 reaction. ഇപ്പോൾ SN1 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് ആർ മോർ സ്റ്റേബിൾ ആണ്. പക്ഷേ ഇത് നേരെ തിരിച്ചായിരിക്കും SN2ന്റെ കേസിൽ വരുമ്പോൾ. അതായത് SN2ന്റെ കേസിൽ പ്രൈമറി മിഥൈൽ ഹാലൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദെൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സ് ദെൻ സെക്കൻഡറി ദെൻ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ്. SN1ൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിന് കാരണം എന്ന് പറയുന്നത് SN1ൽ നമ്മൾ കാർബോകാറ്റയോട്ട് സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ SN2ന്റെ കേസിൽ ദർ ഇസ് നോ കാർബോകാറ്റയോൺ ഫോർമേഷൻ. പിന്നെ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഒരു ബാക്ക് സൈഡ് അറ്റാക്ക് ആണ്. അപ്പോൾ ഈ ടെർഷ്യറി കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ മോർ സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആണ്. അപ്പോൾ സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്സിലേക്ക് ബാക്ക് സൈഡ് അറ്റാക്ക് നടക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല. ന്യൂക്ലിയോഫൈലിന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റെറിക്കലി ക്രൗഡഡ് ആയിട്ടുള്ള മോളിക്യൂൾസിൽ ദർ ഇസ് നോ SN2 റിയാക്ഷൻ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സ് ആയിരിക്കും. ടെർഷ്യറി സെക്കൻഡറി പ്രൈമറി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈമറി ഈസ് മോർ റിയാക്റ്റീവ് ദെൻ സെക്കൻഡറി ദെൻ ടെർഷ്യറി. ഇപ്പോൾ പ്രൈമറിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആണ് മിഥൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത്. മിഥൈൽ ഹാലൈഡ്സ്. ഓക്കെ, now nucleophilic substitution internal, that is SNI reactions. SNI reaction എന്ന് പറയുമ്പോൾ the alcohols which possess an aromatic substituent react with thionyl chloride to give the corresponding alcohol with the retention of configuration. അതായത് ആൽക്കഹോൾ ആണ് which possess an aromatic substituent. ബാക്കിയുള്ള ഗ്രൂപ്പ്സ് എന്തായാലും മതി. ദ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആയിരിക്കണം. ദ ഷുഡ് ബി ആൻ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ടായിരിക്കണം. വിച്ച് റിയാക്ട് വിത്ത് തയോണൈൽ ക്ലോറൈഡ് SOCl2 വിച്ച് ഗീവ്സ് എന്താ നമുക്ക് കിട്ടുന്നത്? ദ കറസ്പോണ്ടിങ് ക്ലോറൈഡ്. അതായത് കറസ്പോണ്ടിങ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ OHനെ നമ്മൾ Cl വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതായത് CH3HPHCl. ദിസ് ഈസ് an example for SNI reaction.
Now, ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വിത്ത് റിറ്റൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റിറ്റൻഷൻ ഓഫ് കോൺഫിഗറേഷൻ അതായത് സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എസ് ആണെങ്കിൽ പ്രോഡക്റ്റും എസ് ആയിരിക്കും. ഇനി സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ആർ ആണെങ്കിൽ പ്രോഡക്റ്റും ആർ ആയിരിക്കും. ഓക്കെ, ബട്ട് ദർ ഇസ് ആൻ എക്സെപ്ഷൻ. ഇതാണ് ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാം റിറ്റൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. പക്ഷേ ദർ ഇസ് ആൻ എക്സെപ്ഷൻ. അതായത് ഇഫ് ദ സോൾവെന്റ് ഈസ് പീരിഡിൻ, നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് പീരിഡിൻ ആണെങ്കിൽ, പീരിഡിൻ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് നടക്കുന്നത്. അതൊരു എക്സെപ്ഷൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു റിയാക്ഷൻ ഇതുപോലെ തന്നിട്ട് മുകളിൽ പീരിഡിൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിറ്റൻഷൻ എഴുതരുത്, പകരം ഇൻവേർഷൻ പ്രോഡക്റ്റ് എഴുതണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നൗ SN2- reactions. The SN2- reactions occurs in allylic compounds. Allylic compoundsലാണ് SN2- reactions കാണപ്പെടാറുള്ളത്. Now, there should be a double bond shift in addition to SN2 reaction. This is an SN2 reaction തന്നെയാണ്, പക്ഷേ there should be a double bond shifting കൂടി ഉണ്ടായിരിക്കും. Double bond shift occurs in addition to SN2 reaction. Let us see an example. This is an allylic compound. This allylic compound is react with a nucleophile. Then there is a double bond shift and the product is nucleophile. This is the product. This is an example for SN2 reaction.